ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ സിമ്പിളായ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ഐസ്ക്രീമാണിത്. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് പാല്. ഒരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ അരിപ്പൊടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി മിക്സ് ചെയ്യാൻ ആവശ്യമായ പാല് മാത്രം ഇതൊന്ന് എടുത്താൽ മതി. ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അരിപ്പൊടി കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാല് അടുപ്പത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. പാല് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു. തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര, 200 ml കപ്പാണിത് കേട്ടോ. ഇതിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഞാൻ ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു. ഇനി പാല് തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്തത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഫുള്ളിലൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗ മീഡിയത്തിൽ വെച്ചാൽ മതി. പാല് തിളച്ച് തുടങ്ങി. നന്നായിട്ട് പാല് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഞാൻ സ്റ്റൗ സിമ്മിലേക്ക് മാറ്റി. പാല് ഒരു ചെറിയ ക്രീമി സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. ഇത് നന്നായിട്ട് ചൂടാറി കേട്ടോ. റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് ചൂടാറി. ശരിക്കും ചൂടാറണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് ഈ പാത്രത്തിലേക്ക് പകർത്തുകയാണ്. ഇനി ഇത് അടച്ചിട്ട് ഫ്രീസറിൽ 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ക്രീമി ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിക്കായിട്ടേ ഉള്ളൂ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. വാനില എസൻസ് എപ്പോഴും കുറച്ചേ ചേർക്കാവൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചവർപ്പ് രസം വരും കേട്ടോ. ഇത് ഒരുപാട് സമയം ബീറ്റ് ചെയ്യണ്ട. 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ക്രീമിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ഇനി ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ 8 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കും. നാളെ രാവിലെയാണ് ഇനി ഇത് തുറക്കാൻ പോകുന്നുള്ളൂ. നൈറ്റിൽ ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മിനിമം 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾക്ക് ഈ ഐസ്ക്രീം ഉപയോഗിക്കാൻ. അപ്പോൾ ഇനി ഇത് ഫ്രീസറിൽ വെക്കട്ടെ. ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഐസ്ക്രീം തുറന്ന് നോക്കാം. ഇത് നന്നായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഞാനൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഐസ്ക്രീമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.